ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പതിവ് പോലെ ആദ്യം നിഫ്റ്റി തന്നെ പരിശോധിക്കാം. ഇന്നലെ 12/8/2024 24,348 എന്ന ലെവലിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് കൃത്യമായും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയാണ് നൽകിയത്. കേവലം 4 പോയിന്റിന്റെ മൈനസിൽ 24,342 എന്ന ലെവലിൽ ഓപ്പണായ നിഫ്റ്റി. നമുക്ക് ആദ്യത്തെ ക്യാൻഡിൽ 5 മിനിറ്റ് പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാകും, ഒരു ഡോജി ക്യാൻഡിലാണ് തന്നത്. അതായത് നമ്മുടെ റെസിസ്റ്റൻസിനും, അതായത് ഇവിടെ സപ്പോർട്ടാണെങ്കിൽ സപ്പോർട്ട് ഓക്കെ, സപ്പോർട്ട് അതിന് താഴെയുള്ള സപ്പോർട്ട് മൈനർ സപ്പോർട്ട് ലെവലിനും ഇടയിലുള്ള ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ, ഡോജി ക്യാൻഡിലാണ് നമുക്ക് തന്നത്. ഇന്നലത്തെ ട്രേഡിംഗ് പ്ലാൻ ഇങ്ങനെയായിരുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ അത് സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും എന്നായിരുന്നു. എന്നാൽ ഇന്ന് ഓപ്പൺ ചെയ്ത് തന്നെ ജസ്റ്റ് ബിലോ നമ്മൾ രേഖപ്പെടുത്തിയ പ്രധാന സപ്പോർട്ട് ലെവലിന് താഴെയാണ്. എന്നാൽ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ കഴിയാതെ പ്രൈസ് പതിയെ താഴോട്ട് വന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന മൈനർ സപ്പോർട്ട്സ് ലെവലും ബ്രേക്ക് ചെയ്ത് വീണ്ടും അപ്വേർഡ് ചെല്ലുകയാണ് ചെയ്തത്. എന്നാൽ നമുക്ക് ഇവിടെ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതാണ്, അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈക്ക് മുകളിലോട്ട് കടന്നിരുന്നില്ല. 24,359.95 എന്ന ലെവലിൽ ഉയരം രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് വന്നത് 358 വരെ മാത്രമായിരുന്നു. അവിടെ വീണ്ടും സെല്ലിംഗ് വരുമ്പോൾ ആർക്ക് വേണമെങ്കിലും കൃത്യമായ ഒരു പുട്ട് ഓപ്ഷൻ എടുത്തു വെച്ച് ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ ഈ ലെവൽ, ഞാൻ ഇതിനു മുമ്പും പലപ്പോഴും നിഫ്റ്റി അനലൈസ് ചെയ്യുമ്പോൾ, അതായത് ദിവസം അനലൈസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇതിന് താഴോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന അപ്പ് മൂവിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാറുണ്ടെന്ന്. ആ രീതിക്ക് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് കരുതുന്ന ഏതൊരാൾക്കും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുന്നതായിരുന്നു. തീർച്ചയായും അങ്ങനെ ചെയ്തെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ് ആദ്യ ടാർഗറ്റ്. അതിന് താഴെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡൗൺവേർഡ് വരേണ്ടതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുമ്പോൾ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെയെങ്കിൽ പിന്നെ ഇന്ന് തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഏതാണ്ട് 250 244 പോയിന്റിലധികം നിഫ്റ്റി ഡൗൺ സൈഡ് തന്നെ മൂവ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന അടുത്ത പ്രധാന സപ്പോർട്ട് ലെവലായ 24,118 എന്ന ലെവലിൽ കൃത്യമായും നിഫ്റ്റി ടെസ്റ്റ് ചെയ്തിരുന്നു. 24,116 എന്ന ലെവലിൽ വന്ന് വീണ്ടും അവിടെ ഒരു കൺസോളിഡേഷൻ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ട്രേഡിംഗ് പ്ലാനിന്റെ ഒരു ഗുണം ഇതാണ്. നമുക്ക് രാവിലെ നിഫ്റ്റി എവിടെ ഓപ്പൺ ആകും എന്നറിയില്ല. എന്നാൽ ഇന്ന് ക്ലോസ് ചെയ്ത നിഫ്റ്റി നാളെ എവിടെ ഓപ്പൺ ആയാലും നമുക്ക് ലഭിക്കാവുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നമ്മൾ ഇൻ അഡ്വാൻസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഓപ്പൺ ആയതിനു ശേഷം എങ്ങോട്ട് മൂവ് ചെയ്തേക്കാം എന്നൊരു ഡയറക്ഷൻ കിട്ടുകയാണെങ്കിൽ തുടർന്ന് നമുക്ക് ആ ടാർഗറ്റ് ലെവലുകൾ നമ്മൾ അപ്വേർഡ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ലെവലുകൾ ടാർഗറ്റായി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സപ്പോർട്ട് ആണെങ്കിൽ ഓരോ സപ്പോർട്ടും ടെസ്റ്റ് ചെയ്ത് വീണ്ടും കിട്ടുന്ന ലെവലുകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചുകൊണ്ട് കൃത്യമായ ഒരു എൻട്രി സ്പേസ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഒരു ട്രേഡിംഗ് പ്ലാൻ അവനവൻ്റെ അറിവിനനുസരിച്ച് തയ്യാർ ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ലെവലുകൾ തന്നെ രേഖപ്പെടുത്തണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഓരോരുത്തർക്കും ആ തരത്തിലുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ യുവർ ട്രേഡ് ആൻഡ് ട്രേഡ് യുവർ പ്ലാൻ ചെയ്താൽ വളരെ ഗുണകരമായിരിക്കും എന്നാണ് അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നൽകിയ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 24,122 എന്ന ലെവൽ തന്നെയാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവൽ എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 24,311 എന്ന ലെവലാണ് ആദ്യത്തെ റെസിസ്റ്റൻസ്, പ്രധാനമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന് ഞാൻ കരുതുന്ന ലെവൽ അതാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് പ്രധാന റെസിസ്റ്റൻസ് ലെവലായി ഞാൻ കാണുന്ന ലെവലിന് മുകളിൽ തന്നെയാണ്, അതായത് 24,311 എന്ന ലെവലിൽ തന്നെയാണ്. എന്നാൽ ഇന്നത്തേതുപോലെ തന്നെ ഘട്ടം ഘട്ടമായിട്ടായിരിക്കാം അതിറങ്ങി വരിക. ആ കണക്കിന് ഇവിടെ എനിക്ക് ആദ്യം ലഭിച്ചേക്കാമെന്ന് കരുതുന്ന റെസിസ്റ്റൻസ് 24,257 എന്ന ലെവലാണ്.
അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകാൻ ഒരു സാധ്യതയുണ്ടായാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും പേ ചെയ്ത് ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിലോട്ട് ക്ലോസ് ചെയ്യുകയാണ് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ എങ്കിൽ വീണ്ടും പ്രൈസ് അപ്പോഴ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കരുതുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 24,311, 342, 406, 444, 473, 473 എന്ന് പറയുന്ന ഇന്നലെ രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിൽ കിടക്കുകയാണെങ്കിൽ തുടർന്ന് മുകളിലോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ലെവലുകൾ 545, 583, 635, 695 എന്നീ ലെവലുകളൊക്കെ ടാർഗറ്റുകളായി ലഭിക്കാം. ഇതെല്ലാം നാളെ ഒരുമിച്ച് ലഭിക്കുമെന്നല്ല, എന്നാൽ ലെവലുകൾ, റെസിസ്റ്റൻസ് ലെവലുകൾ അതായിരിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം അതല്ലെങ്കിൽ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അതായത് ഇപ്പോൾ നാളെ ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, ഫ്ലാറ്റ് ഓപ്പണിംഗ് അഥവാ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തരികയാണ്. ഈ റേഞ്ചിലോട്ടൊക്കെയാണ് ലഭിക്കുന്നതെങ്കിൽ പോലും ഉടനെ ഞാൻ ചാടിക്കയറി ഒരു കോൾ വാങ്ങാൻ പോകുന്നില്ല. ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഈ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് എന്താണ് നൽകുന്ന ഇൻഡിക്കേഷൻ എന്ന് നോക്കി അതൊരു സെല്ലിംഗ് ഡയറക്ഷൻ ആണെങ്കിൽ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ഞാൻ പ്രതീക്ഷിക്കുന്നത് വീണ്ടും ഈ ഒരു സപ്പോർട്ട് ലെവലിലോട്ട് പ്രൈസ് എത്തിയേക്കാം എന്നാണ്. അങ്ങനെ എത്തുകയാണെങ്കിൽ മാത്രം ഈ ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ ഓക്കെ, അതായിരിക്കാം ഫസ്റ്റ് ടാർഗറ്റ്. എന്നാലും ഈ ലെവലിലോട്ട് എത്തുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ടാർഗറ്റ് കവർ ചെയ്യാൻ ശ്രമിച്ചേക്കാം. അങ്ങനെ ലഭിക്കുന്ന പക്ഷം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുകയാണെങ്കിൽ ഡേയ്സ് കൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് കൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിലും താഴെയായി 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 24,079, 24,039, 23,961, 892, 551, 803 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. ഇതിൽ 803 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് ലെവലായാണ് ഞാൻ കണക്കാക്കുന്നത്. നിങ്ങൾക്ക് ഈ ലെവൽ കാണാൻ കഴിയും എന്നാണ് കരുതുന്നത്. താല്പര്യമുള്ളവർ കൃത്യമായും അവരവരുടെ ചാർട്ടിൽ രേഖപ്പെടുത്തി വയ്ക്കാൻ ഓർമ്മിപ്പിക്കുന്നു. അത് നിങ്ങളുടെ താല്പര്യം മാത്രമാണ്. ഞാൻ ഇതെൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന പ്ലാനാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ സന്തോഷം, എന്നാൽ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് ലെവൽ എന്ന് പരിശോധിക്കാം. 50,038 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 49,800 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് ലെവൽ എന്നതും വളരെ അല്പം നല്ല റേഞ്ച് ഉള്ളതുകൊണ്ട് അല്പം ക്ലോസ് ആയി തന്നെയാണ് ഇത്തവണ ഞാൻ പ്രധാന സപ്പോർട്ടും റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അങ്ങനെയെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ ലഭിക്കുമെന്ന് കരുതുന്ന ആദ്യത്തെ ടാർഗറ്റ് 50,038 എന്ന് പറയുന്ന തിക്ക് ബ്ലൂ ലൈൻ തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടിയാൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് പോയേക്കാം എന്നാണ് ഞാൻ കരുതുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. അവ 50,131, 220, 307, 397 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. അതിന് മുകളിൽ 559 ഉണ്ട്. എന്നാൽ ഈ 397 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയിട്ടാണ് ഞാൻ കാണുക. എന്നാൽ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെ ഒരു ഇൻഡിക്കേഷനാണ് എനിക്ക് ലഭിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 49,800 എന്ന ലെവലിന് താഴോട്ട്, ഈ ലെവലിന് താഴെ ഇന്നത്തെ ലോയ്ക്ക് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്
അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അല്പം കൂടി ഡൗൺ സൈഡ് സഞ്ചരിച്ചേക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 49,656, 535, 374, 49,078, 48,901 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താല്പര്യമുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ലെവലുകൾ രേഖപ്പെടുത്തുക. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് നോക്കാം. 78,935 എന്ന ലെവലാണ് ഞാൻ ആദ്യത്തെ ഒരു പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 79,551 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവലായും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിനിടയിൽ നല്ല റേഞ്ച് ഉള്ളതുകൊണ്ട് ചെറിയ മൈനർ റെസിസ്റ്റൻസുകൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയ ലെവലാണെങ്കിൽ പോലും ആദ്യമായി ലഭിക്കാവുന്ന ഈ മൈനർ റെസിസ്റ്റൻസിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക ആണെങ്കിൽ, അതായത് 79,344 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് പോയേക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 79,465, 551, 695, 79,998 എന്നിങ്ങനെയുള്ള ലെവലുകൾ. ഈ ലെവലുകളും ഒറ്റയടിക്ക് വളരെ സ്പീഡിൽ അങ്ങനെ വരുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എന്നാൽ വരാൻ സാധ്യതയുള്ള ലെവലുകൾ രേഖപ്പെടുത്തി എന്ന് മാത്രം. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ, അതായത് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 78,796, 657, 491, 288, 77,856 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്ത് 856 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടാണ്. ഇത് നല്ല റേഞ്ചാണ് ഓരോ സപ്പോർട്ടുകളും തമ്മിൽ. അപ്പോൾ കൃത്യമായും ഓരോ ഏരിയയിൽ എത്തുമ്പോഴും പ്രോഫിറ്റ് ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യുകയോ കവർ ചെയ്ത് വീണ്ടും റീ എൻറ്റർ ചെയ്യാൻ ശ്രമിക്കുന്നതോ കൂടുതൽ ലാഭം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടായേക്കാം. അപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് നോക്കി എല്ലാവരും ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ നമ്മുടെ ലെവലുകൾ ഗുണകരം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ കാണുന്നവർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്താൽ ചാനൽ പ്രൊമോട്ടായേനെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സപ്പോർട്ടിംഗ് മെൻറ്റാലിറ്റി ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന ആശംസയുണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.